നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക് സ്വാഗതം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ലോസ് ആഞ്ചലസിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ലോസ് ആഞ്ചലസിൽ തീ പടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് ഹെഡിങ്ങും പോലെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തീ പിടിച്ച് അമേരിക്ക എന്നതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. 11 പേർ മരിച്ചു, 11.636 ലക്ഷം കോടി രൂപയുടെ നാശം, 14.40 ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില ബുള്ളറ്റിൻ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. തീ പടരുന്ന ചിത്രമാണ് ദേശാഭിമാനി പങ്കുവച്ചിട്ടുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട്. ലോസ് ആഞ്ചലസിൽ മഹാദുരന്തം വിതച്ച കാട്ടുതീയിൽ വെന്തുരുക്കി അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ സ്മൃതിധൻ ചിറകിലേറി എന്ന് പറഞ്ഞുകൊണ്ട് പി ജയചന്ദ്രൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് കുസൈറ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് 14-15 തീയതികളിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിലെ പോര് സംബന്ധിച്ച വാർത്തയാണ്. തിരിച്ചടിച്ച് സുധാകരൻ എന്നൊരു ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. UDF യോഗം ബഹിഷ്കരിച്ചു, രാഷ്ട്രീയകാര്യ സമിതിയും മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. KPCC യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന് UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് K സുധാകരൻ്റെ തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ബിഷപ്പ് ഹൗസിന് മുന്നിൽ സംഘർഷം, ഇന്ന് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനം മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് കായിക താരത്തിന് പീഡനം, 15 പേർ കൂടി റിമാൻഡിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. 2 വർഷമായി 50-ലധികം പേർ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്ന പ്രക്കാനം സ്വദേശിനിയായ കായിക താരത്തിൻ്റെ വെളിപ്പെടുത്തലിൽ 15 പേർ കൂടി ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. മറ്റൊന്ന് വംശീയ കലാപം തുടങ്ങിവെച്ചത് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് NS മാധവൻ്റെ ചില വാക്കുകളാണ്. രാജ്യത്ത് വംശീയ കലാപം തുടങ്ങിവെച്ചത് കോൺഗ്രസ് ആണെന്ന് പ്രമുഖ എഴുത്തുകാരൻ NS മാധവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ദക്ഷിണേന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഭാരതം നയിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയായി ഭാരതം വീണ്ടും മാറുമെന്ന് UN ഗ്ലോബൽ ഇക്കണോമിക്സിൽ മോണിറ്ററിംഗ് മേധാവിയായ ഹമീദ് റാഷിദ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് രാഷ്ട്രീയ പകപോക്കൽ, PC ജോർജിനെതിരെ കേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ട്. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി BJP നേതാവ് PC ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. ഇരാറ്റുപേട്ടയിലെ മുസ്ലിം യൂത്ത് ലീഗ്, വെൽഫെയർ പാർട്ടി, SDPI എന്നീ സംഘടനകൾ PC ജോർജ് വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞ് നൽകിയ പരാതിയെ മറയാക്കിയാണ് പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ഇരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് പെൺകുട്ടി നേരിട്ടത് കൊടും പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ഒരു പെൺകുട്ടിയുടെ 60 പേർ തന്നെ പീഡിപ്പിച്ചെന്നുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമിയിൽ പുരോഗമിക്കുന്നത്. ഇനി മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ വന്നിരിക്കുന്ന വാർത്ത സീമാറിലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 185 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് 185 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും സ്ഥാപനങ്ങൾക്കും അനധികൃതമായി നൽകിയിട്ടുണ്ടെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തി എന്ന് പറഞ്ഞതാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ദേശീയ ഗെയിംസ് കേരള ടീമിന് ഫണ്ട് അനുവദിച്ചില്ല, ഫൗൾ പ്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ട് നൽകിക്കൊണ്ടുള്ള വാർത്തയാണ്. സംസ്ഥാന സർക്കാർ പണം അനുവദിക്കാത്തതിൽ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാനുള്ള കേരള ടീമിൻ്റെ ഒരുക്കങ്ങൾ അവതാളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മാത്രമല്ല ധനവകുപ്പ് കനിയണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഹൃദയപൂർവ്വം രജത ജൂബിലി ആഘോഷം ഇന്നും നാളെയും എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത സ്പേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്പേസ് ഡെക്സ് ദൗത്യത്തിലെ ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ഇന്ത്യ കാത്തിരിക്കുന്നു, ആ കൂടിച്ചേരൽ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ബഹിരാകാശത്തെ ഒരു കൂടിച്ചേരലിനുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ശാസ്ത്രലോകം. ISROയുടെ സ്പേസ് ഡെക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായി ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും ഇന്ന് കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വൈദികരെ പോലീസ് പുറത്താക്കി, എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ മലയാള മനോരമ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ദളിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസും മലയാള മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്.
ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്ന വാർത്ത ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പിഴവ് തിരുത്താൻ നിയമം വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേയിൽ ഭൂമി അളവിൽ മിക്കയിടത്തും വ്യത്യാസം. ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയ ഭൂമി വിസ്തൃതിയും വില്ലേജ് രേഖകളിലേതും തമ്മിൽ 40% ഇടങ്ങളിലും പൊരുത്തക്കേടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് 249 വില്ലേജിൽ പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കുർബാന തർക്കം കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് ഈ വാർത്തയ്ക്ക് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ദലിത് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട പീഡന പരാതിയിൽ 15 പേർ കൂടി അറസ്റ്റിലെന്ന വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CMRലുമായി ബന്ധപ്പെട്ട് 185 രൂപയുടെ ക്രമക്കേടും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേരള കൗമുദിയാണ്. കൗമുദിയിലേക്ക് വരുമ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മെസ്സി ഒക്ടോബറിൽ കേരളത്തിലേക്ക് എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഫുട്ബോൾ ഇതിഹാസത്തിലെ ലയണൽ മെസ്സിയുടെ അർജന്റീന ടീം ഈ വർഷം ഒക്ടോബറിൽ കേരളത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ദലിത് വിദ്യാർത്ഥിയുടെ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനി കൂട്ടപീഡനത്തിനും ഇര എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. കാമുകൻ സൂത്രധാരൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. കേസ് 6 സ്റ്റേഷൻ പരിധിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. ഇനി ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത CMRലുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. 185 കോടിയുടെ അഴിമതി കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഇനി ഓർമ്മയിലെ മധുരഗാനം എന്ന് പറഞ്ഞുകൊണ്ട് P ജയചന്ദ്രൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി നിയമിതനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് UPയിൽ റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടം തകർന്ന് 20 പേർക്ക് പരിക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഉത്തർപ്രദേശിലെ കനൌജ് റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഉത്തരേന്ത്യയിൽ കനത്ത മൂടൽമഞ്ഞ്, വിമാന ട്രെയിൻ സർവീസുകൾ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ദൃശ്യപരത കുറഞ്ഞതോടെ വിമാന ട്രെയിൻ സർവീസുകൾ മണിക്കൂറുകൾ വൈകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ADGPയുടെ സാമ്പത്തിക സ്രോതസ് സമഗ്ര റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഒറ്റക്കോളം വാർത്തയെ ഫ്രണ്ട് പേജിൽ തന്നെ ദീപിക നൽകിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ വിശദമായി പരിശോധിച്ച് അനധികൃത സ്വത്ത് സമ്പാദനമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അവസാനത്തേത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത CMRലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 185 കോടിയുടെ അഴിമതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് CMRL കേരള വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവരുടെ ഇടപാടുകൾ അന്വേഷിക്കുന്ന SFIO നടപടി ന്യായീകരിച്ച് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാധ്യമം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് വിജിലൻസ് റിപ്പോർട്ട് ഡയറക്ടർ മടക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് ഡയറക്ടർ മടക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ തിങ്കളാഴ്ച ഉച്ചവരെ പമ്പുകൾ അടച്ചിടും എന്ന വാർത്തയും മാധ്യമം വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് P ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറഞ്ഞു മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.